Hi friends, ഇന്ന് നമ്മൾ ബ്ലൗസ് ഒന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് തയ്ക്കേണ്ടത്. ഓക്കേ, അപ്പം അളവെടുക്കേണ്ട എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ബ്ലൗസ് അളവിന്റെ ബ്ലൗസ് എങ്ങനെയാണ് അളവെടുക്കാം, അതുപോലെ തന്നെ അളവെടുത്താൽ കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാ കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ അളവെടുത്തിട്ട് അതെങ്ങനെയാണ് പേപ്പറിൽ കട്ട് ചെയ്യുമ്പം നിങ്ങൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ അളവ് ബ്ലൗസ് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയുള്ള ഒരു ബ്ലൗസ് നിങ്ങൾ എടുക്കുക. അതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് അതിനൊന്ന് അയൺ ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഒരു പേപ്പറും ഇതെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് നമ്മൾക്ക് മെഷർ ചെയ്ത് നോക്കാം. ലെങ്ത്ത് മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് തൊട്ട് താഴോട്ട് ഇങ്ങനെ മെഷർ ചെയ്യാം. അപ്പോൾ അതിന് എത്രയാണ് ലെങ്ത്ത് ലെങ്ത്ത് ഉണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് നോക്കാം. അപ്പോൾ ഇത് 13.5 ഇഞ്ചിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 13.5 ഇഞ്ചുണ്ട്. അപ്പം നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് കോഡ് വേർഡിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതേണ്ടത് അത് നിങ്ങൾ എഴുതിക്കണം. അപ്പോൾ 13.5 ഇഞ്ചാണ് നമ്മളെ റെഡി ലെങ്ത്ത് ഇതിന് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇനി ചെസ്റ്റ് ലൈൻ മെഷർ ചെയ്യാം. അത് ഈ കൈയിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഇതിനെ എത്രയാണ് വലിഞ്ഞു പോകുന്ന ഒരു വിധം ചെറുങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് നോക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കാം. അപ്പോൾ ഇത് 20 ആണ്. അതിൻ്റെ മീനിൻ്റെ ചെസ്റ്റ് വന്നിട്ട് എത്രയാണ് 20 ഒരു ഭാഗമാണ്. അപ്പോൾ അപ്പുറത്ത് 40. അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ 40 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വെസ്റ്റ് ലൈൻ അളക്കാം. ഹുക്ക് വരുന്ന സൈഡിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ വെസ്റ്റ് ലൈൻ അളക്കണം. അത് ഇങ്ങനെ വെസ്റ്റ് ലൈൻ ഹുക്ക് വരുന്ന സ്ഥലം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ റൗണ്ടിൽ ഈ ടേപ്പ് ഇങ്ങനെ റൗണ്ടായി എടുക്കാം. ഇങ്ങനെ റൗണ്ടാക്കി എടുക്കാം. അപ്പം നമുക്ക് കറക്റ്റ് അതിൻ്റെ വെസ്റ്റ് ലൈൻ എത്രയാണ് ഉള്ളത് അത് കിട്ടും. ആ മെഷർമെൻറ്റ് എവിടം വരെ എടുക്കണം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഹുക്ക് അതിൻ്റെ ബെൽറ്റ് നമ്മളിവിടെ തുടങ്ങൂലേ, ഇവിടം വരെ എടുക്കണം. ഇങ്ങോട്ട് എടുക്കരുത്. എവിടെയാണ് അത് വെച്ചിരിക്കുന്നത് ആ ബെൽറ്റിൻ്റെ സ്റ്റിച്ച് വരുന്ന അവിടം വരെ. അപ്പോൾ ഇതിൻ്റെ വന്നിട്ട് 32.5 ആണ് ഇതിൻ്റെ വെസ്റ്റ് ലൈൻ ഉള്ളത്. അപ്പോൾ അത് എഴുതിയെടുക്കാം. നിങ്ങളത് എത്രയാണ് അത് അവിടെ എഴുതിയെടുക്കാം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡാട്ട് പോയിന്റ്, ബ്ലൗസിൻ്റെ ഡാട്ട് പോയിന്റ് എങ്ങനെയാണ് അളക്കേണ്ടത് കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ വരാറുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻ ബ്ലൗസിൻ്റെ ആണ് എനിക്ക് വരാറ്. ബ്ലൗസിലാണ് കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ ബ്ലൗസ് ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ തൊട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇത് കണ്ടോ, ഇതാണ് നമ്മളെ മെയിൻ ഡാട്ട്. ഈ മെയിൻ ഡാട്ട് എവിടെയാണ് ഇവിടെ ഫിനിഷ് ആവുന്നത് കണ്ടോ, ഈ മുകളിൽ കണ്ടോ, ഇവിടം വരെയാണ് നമ്മളെ ഡാട്ട് പോയിന്റ്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് പിടിച്ച് നോക്കാം അത്രയുണ്ട്. അപ്പം കണ്ടോ, ഇത് 9.5 ഇഞ്ചസ് ഉണ്ട്. ഞാൻ മെഷർമെൻറ്റ് എഴുതിയിട്ടാകുമ്പം അപ്പം ഞാൻ ഡാട്ട് ഇടുന്നത് 9.5 ആണ് ഉള്ളത്. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് തുണിയിലെടുക്കുമ്പോൾ ഇതിൽ എന്തെല്ലാം മാറ്റം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഡാട്ടിൻ്റെ വിഡ്ത്തും കൂടെ നോക്കണം. അതിങ്ങനെ പിടിക്കാം, ഇതിനിങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കണം. അപ്പോൾ ഈ ഡാട്ടിൻ്റെ വിഡ്ത്ത് നമുക്ക് കിട്ടും. കണ്ടോ, ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടാവും. അതിനിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കിയാൽ ഈ ഡാട്ടിൻ്റെ വിഡ്ത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡാട്ടിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1.25 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡാട്ടിൻ്റെ വിഡ്ത്തും ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കണം. 1.25 ആണ് അതിൻ്റെ വിഡ്ത്ത്. ഓക്കെ, 1.25 അവിടെ മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇനി ഷോൾഡർ മെഷർമെൻറ്റ് അളക്കാം. ബ്ലൗസിൻ്റെ ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ഇങ്ങനെ ശരിക്കും വിരിച്ച് വെക്കുക. ഇങ്ങനെ വിരിച്ച് വെക്കാം നന്നായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഷോൾഡർ ഇളക്കി നോക്കാം. ഈ ഷോൾഡർ വന്നിട്ട് 10 ഇഞ്ചസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഷോൾഡർ എഴുതിയാണ് ഞാൻ 10 ഇഞ്ചസ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വ്യത്യാസം വരുത്തേണ്ടത് വീഡിയോ ഫുള്ള് കാണണ്ട. നിങ്ങൾക്ക് ഇനി സ്വന്തം ബ്ലൗസ് അളവെടുത്ത് തയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അളവ് നോക്കാം എത്രയുണ്ടെന്ന്. അപ്പം ഈ കോർണറിൽ ഇങ്ങനെ ടേപ്പ് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ക്രോസ് നോക്കാം. ഓക്കെ, നിങ്ങൾ ക്രോസ് ആണ് ബ്ലൗസിന് അളവെടുക്കുന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ അത് ക്രോസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. ഓക്കെ, ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് അതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്തോണം. കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഒരു 5.5 ഇഞ്ചേ വരത്തുള്ളൂ. കാണാമോ, ഇങ്ങനെ വെച്ച് രണ്ട് രീതിക്ക് നമുക്ക് നെക്ക് അളന്ന് നോക്കാം. ഇങ്ങനെ വെക്കുക, എന്നിട്ടാകുമ്പോൾ ഇങ്ങനെ അളന്ന് നോക്കാം. അപ്പം എത്രയാണ് വരുന്നത്, 5.5 ഇഞ്ച് വരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അത് 6.25 ഇഞ്ചുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് രീതിക്കാണ് മെഷർമെൻറ്റ് എടുത്തത് ആ രീതിക്ക് വേണം കട്ട് ചെയ്യുമ്പം നിങ്ങൾ എടുക്കാൻ. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ അളവ് നിങ്ങൾ മെഷർ ചെയ്ത് കൊടുത്തോളും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് എത്രയുണ്ട് നോക്കാം. ബാക്ക് നെക്ക് മെഷർ ചെയ്യാം. അതേപോലെ വിരിക്കാം. എന്നിട്ട് ഇവിടുന്ന് ഷോൾഡറിൻ്റെ പോയിന്റ് ഇതിൻ്റെ മിഡ് ലൈൻ വരെ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 7.25 ഇഞ്ച് ഇതിൻ്റെ ബാക്ക് നെക്ക് ഉണ്ട്.
അപ്പോൾ ഫ്രണ്ട് നെക്ക് വന്നിട്ട് 6 1/4 ഇഞ്ചസ് ഉണ്ട്. ബാക്ക് നെക്ക് വന്നിട്ട് 7 7.5 ഉണ്ട്. അപ്പം 7.25 ബാക്കിലത്തെ നെക്കുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൽ അളക്കം ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ആം ഹോല്. ബ്ലൗസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ആം ഹോളിൻ്റെ ഉള്ളത്. ആം ഹോൾ എങ്ങനെ അളക്കണം എന്ന് പറഞ്ഞു തരാം. ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഇവിടം വരെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചാൽ നമുക്ക് കറക്റ്റ് ആം ഹോൾ കിട്ടും. ഇത് 8 ഇഞ്ചസ് ഉണ്ട്. അപ്പം റൗണ്ട് വന്നിട്ട് ഇതിൻ്റെ എത്രയാണ് 16 ഇഞ്ചസിൻ്റെ റൗണ്ട് ആം ഹോൾ നമുക്ക് റെഡി കൊടുക്കണം. ഈ കാര്യം നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചോണം. അപ്പം ആം ഹോൾ റൗണ്ട് വന്നിട്ട് അപ്പം ഇത്ര മെഷർമെൻറ്റ് നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പം സ്ലീവ്സിൻ്റെ ഭാഗം വരാം. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വന്നിട്ട് എത്രയാണ് നോക്കാം. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് റെഡി വന്നിട്ട് 7.5 ആണ്. 7.5 മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാകുമ്പം ഇതിൻ്റെ ബൈസെപ്സ് അളന്ന് നോക്കാം. ഇത് വന്നിട്ട് 5 ഇഞ്ചസ് ഉണ്ട്. എൻ്റെ ബൈസെപ്പ് വന്നിട്ട് 5 ഇഞ്ചസ് റെഡിയാവുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ബ്ലൗസിൻ്റെ അളവെടുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ബ്ലൗസ് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡാറ്റൊക്കെ എവിടെയാണ് ഉള്ളത് ഒന്ന് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലൗസിൽ ഡാറ്റ നമ്മൾ ഈ ഫ്രണ്ട് ഇത് മാത്രം കിട്ടിയാൽ നമുക്ക് ഇതൊക്കെ ഇടാവുന്നതാണ്. അപ്പം ഞാൻ ഒന്നും വിട്ടുപോയില്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാം എടുത്തു. ഇനി നമ്മൾ കട്ടിങ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് നമ്മളെടുത്ത മെഷർമെൻറ്റ് നോക്കാം. ഇനി ഇതിൽ എന്തെല്ലാമാണ് ആഡ് ചെയ്തേണ്ട, ഇത് കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു തരാം. വേറെ ഒരു പേപ്പർ എടുത്തു. അതുപോലെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി ഉള്ളതെന്ന് വെച്ചാൽ ഈ ബെൽറ്റും. ഈ ബെൽറ്റ് എല്ലാവർക്കും ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടൂല. അതിൻ്റെ ട്രിക്ക് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്, അതിൽ നോക്കിക്കോണം. ഇപ്പോൾ ഈ ബ്ലൗസിൽ എത്രയാണെന്നുള്ളത് അത്ര തന്നെ എടുക്കണം. ഇത് ഒരാളെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഈ ബെൽറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്. അത് എത്ര സൈസിന് അക്കോർഡിങ് എല്ലാ ബെൽറ്റിൻ്റെ ഷോൾഡർ ഞാൻ പറയാറുണ്ട്. എപ്പോൾ എത്രയാണ് ഷോൾഡർ എടുക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷേ ഷോൾഡർ എടുക്കേണ്ടത് ഓരോരാളെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഷോൾഡർ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഡിപ്പ്, ഈ രണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഷോൾഡർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രയാണ് എടുക്കേണ്ടത്. ഡാട്ട്, ഈ പഫ്, ഇപ്പം ഇത് 40 സൈസാണെന്ന് വിചാരിച്ച് ഈ ഡാട്ട് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പം ഇത് ഹൈറ്റ് കുറഞ്ഞ ആളായതുകൊണ്ടാണ് ഇത് 9.5 ഇഞ്ച് വന്നത്. ഇപ്പം ഇതന്നെ 40 സൈസിൽ എനിക്ക് ഡിഫറൻസ് അറിയാവുന്നതുകൊണ്ട് പറയണതാണ്. ഒരു നല്ല ഹൈറ്റുള്ള ഒരു ലേഡി ആണെങ്കിൽ ഈ ഡാട്ട് വന്നിട്ട് 11 ഇഞ്ചസ് വരെ 40 സൈസിൽ വരാവുന്നതാണ്. 11 ഇഞ്ചസ് വരെ വരാറുണ്ട് 40 സൈസ് തന്നെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ട്, ശരിയാവത്തില്ല തയ്ച്ചാൽ. അപ്പോൾ ഈ ബെൽറ്റ് നമുക്ക് ഏത് ബ്ലൗസിൽ എത്രയാണെന്നുള്ളത് അതിങ്ങനെ അളന്നെടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്യണം. ഇത് കണ്ടോ, ഈ നേരെ ഡാട്ടിൻ്റെ താഴെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരലെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ അളന്ന് നോക്കണം. ഈ ബ്ലൗസിൽ കണ്ടോ, ഈ ഡാട്ടിൻ്റെ അളവ് കണ്ടോ, 4 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. 40ൻ്റെ 10ാമത്തെ ഭാഗം ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഈ ഡാട്ടിൻ്റെ ഡിസ്റ്റൻസ് ബ്ലൗസിൻ്റെ 10ാമത്തെ ഭാഗമാണ്, ചെസ്റ്റിൻ്റെ 10ാമത്തെ ഭാഗമാണ് നമ്മൾ ഈ ഡാട്ടിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പം അതേപോലെ ഇവിടെ അത് ഡാട്ട് അളന്നെടുത്താൽ നമുക്ക് ഇത് നോക്കണം എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് അളന്നെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ എത്രയാണ് നീളം ഇവിടെ നിന്നുള്ളത് നോക്കാം. അപ്പം 3 ഇഞ്ച്. അപ്പം ബെൽറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതേപോലെ ഇങ്ങനെ 3 ഇഞ്ച് നീളം കിട്ടണം. അപ്പം താഴെ 1/2 ഇഞ്ച് ജോയിൻറ്റിൽ, മുകളിൽ 1/2 ഇഞ്ച് ജോയിൻറ്റിൽ. അപ്പം 4 ഇഞ്ച് ഇങ്ങനെ ഡിസ്റ്റൻസ് വരുന്ന രീതിക്ക് വേണം നമ്മൾ ഈ ബ്ലൗസിൻ്റെ ബെൽറ്റ് ഇവിടെ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കാം എത്രയുണ്ടെന്ന്. ഇവിടെ 3.2. അപ്പോൾ ഈ 3.2 പ്ലസ് നിങ്ങൾ ഇവിടെ താഴെ അകത്ത് മടക്കി തയ്ക്കാൻ എത്ര യൂസ് ചെയ്യുന്നു അതും ഇവിടെ എത്രയുണ്ട് അതും കൂടെ നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം. അപ്പം നമ്മളെ ബെൽറ്റിന് വരുന്ന ക്വയറി തീർന്നു. ഇനി നമ്മൾ എടുത്ത മെഷർമെൻറ്റിനെ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് തയ്ക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ മെഷർ ചെയ്തു. ഇത് ബ്ലൗസിൻ്റെ ഷോൾഡറാണ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്തു. ബ്ലൗസിൻ്റെ ലെങ്ത്ത് പ്ലസ് ഫ്രണ്ടിൽ 1 ഇഞ്ച്, ഫ്രണ്ടിൽ 2 ഇഞ്ച്, ബാക്കിൽ 1 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 13 ആണ് ഇത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കൊടുത്തോളൂ. ഫ്രണ്ടിൽ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച്. ഇവിടെ ഞാൻ 1/2 ഇഞ്ചിൻ്റെ കണക്കിലാണ് തയ്ക്കാറ്. അതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച്. നിങ്ങൾ 1/4 ഇഞ്ചാണ് തയ്ക്കാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ 1/4 ഇഞ്ചിൻ്റെ കണക്കാക്കി എടുത്തോണം. അപ്പം ഞാൻ 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡർ ജോയിൻറ്റിൽ, ഇവിടെ 2 ഹാഫ്, ഇവിടുത്തെ ഹാഫും ഇവിടുത്തെ ഹാഫും ആകുമ്പോൾ 1 ഇഞ്ച് ഇവിടെ പോയി, 1/2 ഇഞ്ച് ഇവിടെയും പോയി. അങ്ങനെയാണ് ഞാൻ ഫ്രണ്ടിൽ ലെങ്ത്ത് പ്ലസ് 2 ഇഞ്ചസ്. അതുപോലെ ബാക്ക് എടുത്താൽ ബാക്കിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച്, താഴെ ഇത് മടക്കി തയ്ക്കാൻ ഇതുപോലത്തെ സ്ട്രിപ്പ് വെച്ച് മടക്കി തയ്ക്കാൻ 1/2 ഇഞ്ച്. അപ്പോൾ അത്രയും ബാക്കിൽ 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം. എടുത്ത അളവിനെക്കാട്ടിയും എക്സ്ട്രാ വേണം. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റ് ലൈനിൽ വരാം. ചെസ്റ്റ് ലൈനിൽ ഒന്നും ഞാൻ എക്സ്ട്രാ എടുക്കൂല. 40 ആണ് ചെസ്റ്റ്. അപ്പോൾ 40ൻ്റെ 1/4 ചെയ്യുമ്പം 10 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്യും. പ്ലസ് സീം അലയൻസ് എത്രയാണ് കൊടുക്കേണ്ടത്, 2 ഇഞ്ചോ 1 ഇഞ്ചോ നിങ്ങൾ എത്രയാണ് സീം എടുക്കുന്നത്, ഈ സീം നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അത് നിങ്ങൾ അവിടെ കൊടുക്കാം.
വെസ്റ്റ് ലൈൻ നമ്മൾ ഒന്നും മാർജിൻ കൊടുക്കൂല. വെസ്റ്റ് ലൈൻ അതേപോലെ എടുക്കും. 8 ഇഞ്ചസ് പ്ലസ് 1/4 ഇഞ്ചസ് ഉണ്ട്, അത് 1/4 ഇഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ കൊടുക്കണം. അപ്പോൾ 8 ഇഞ്ചസിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ. അതുപോലെ ഡാട്ട് പോയിന്റിൽ എപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിടണം. അപ്പം ഡാട്ട് പോയിന്റ് 9.5 ഇഞ്ചസ് ആണ്. ഓക്കെ, 9.5 ഇഞ്ചസ് ആകുമ്പം അതിൽ നമ്മൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം. എന്തുകൊണ്ട് വെച്ചാൽ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം 1/2 ഇഞ്ച് കൂട്ടണം, ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ അത് 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. അതുകൊണ്ട് 9.5 ആയിരുന്നു ഷോൾഡർ നമ്മളെ ഡാട്ട് പോയിന്റ്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 10ൽ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാകുമ്പം ഡാട്ടിൻ്റെ വിഡ്ത്ത് എടുത്തു. നമ്മൾ ഡാട്ടിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ അളന്നെടുത്തു, ഇവിടുന്ന് അളന്നെടുത്തു. അതുപോലെ ഡാട്ടിൻ്റെ ഹൈറ്റും അതുപോലെ ഇതിൽ എത്രയാണ് ഉള്ളത് അത് അളന്നെടുത്തിട്ട് 1/2 ഇഞ്ച് കൂടുതൽ വേണം നമുക്ക് അതിൽ കിട്ടാൻ. ഇപ്പം ഇത് റെഡി 3 ഇഞ്ച് ഉണ്ട്. അപ്പം 3.5 ഇഞ്ച് എടുത്താലേ നമുക്ക് 3 ഇഞ്ചിൻ്റെ ഡാട്ട് കിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഐഡിയ പോലെ കട്ട് ചെയ്യുമ്പോൾ എടുത്തോണം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കട്ടിങ് വീഡിയോ ഉണ്ട് ചാനലിൽ, അത് ചാനൽ വിസിറ്റ് ചെയ്യാം. അപ്പം ഡാട്ട് വിഡ്ത്തിൽ നമ്മളൊന്നും കൂട്ടൂല. ഡാട്ട് വിഡ്ത്ത് 1.25 ഇഞ്ച് ഉണ്ടായിരുന്നു. അതുപോലെ ഷോൾഡർ പ്ലസ് നമ്മൾ 1 ഇഞ്ച് ചെയ്യും. 10 ആണ് നമുക്ക് കിട്ടിയത്. അപ്പം 1 ഇഞ്ച് ചെയ്യുമ്പോൾ 11. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ 1/2 എടുക്കും, 5.5 എടുക്കും. അതെന്തുകൊണ്ടാണ് അതും കൂടെ കാണിച്ചു തരാം. ഇപ്പം ഷോൾഡർ നമ്മൾ എടുത്തത് ലൈൻ ടു സ്റ്റിച്ചിങ് ലൈനാണ് നമ്മൾ എടുത്തത്. 2 ഷോൾഡർ ടു ഷോൾഡറാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തത്. അപ്പാണ് നമുക്കിത് 10 ഇഞ്ചസ് കിട്ടിയത്. അപ്പം 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിനിൽ പോയിട്ടുണ്ട്, അതേപോലെ 1/2 ഇഞ്ച് ഇവിടെയും പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും 1 ഇഞ്ച്. അപ്പോൾ ഇതിനെ മടക്കി വെച്ച് നമ്മൾ 5.5 കട്ട് ചെയ്താൽ നമുക്ക് ഈ ഷോൾഡർ കറക്റ്റ് ഈ ബ്ലൗസിൽ ഷോൾഡർ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ടോട്ടൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നിങ്ങൾ എപ്പോൾ 1 ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ 1/2 വേണം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ. അപ്പം നമുക്ക് ഷോൾഡർ കിട്ടിയത് 10, അതിൽ നമ്മൾ 1 കൂടെ ആഡ് ചെയ്തു. അപ്പം 11 ഇഞ്ച്. 11ൻ്റെ 1/2 ആക്കുമ്പോൾ 5.5 വേണം ഇനി നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ. പിന്നെ നമ്മൾ എടുത്ത മെഷർമെൻറ്റ് ഫ്രണ്ട് നെക്ക്, അതുപോലെ തന്നെ നെക്കിനും ആപ്ലിക്കബിൾ ആണ്. ഫ്രണ്ട് നെക്ക് 6.25 ഉണ്ടായിരുന്നു, അതിൽ 1/2 ഇഞ്ച് ആഡ് ചെയ്താൽ അപ്പോൾ ഫ്രണ്ട് നെക്ക് വന്നിട്ട് 6.75 വരും നമ്മളെ. ഓക്കെ, അതിൽ 1/2 ഇഞ്ച് ആഡ് ചെയ്തു. അത് നമ്മളെ സ്റ്റിച്ചിങ്ങിൽ ഇവിടെ ഷോൾഡർ ജോയിനിൽ 1/2 ഇഞ്ച് പോകുമ്പം കുറയും. അത് രണ്ടും ബാക്കിലും ഫ്രണ്ടിലത്തെ നെക്കിനും ആപ്ലിക്കബിൾ ആണ്. അപ്പം ബാക്ക് നെക്കിലും സെയിം നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് 1/4 ഇഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ 8 and 1/4 ഇഞ്ചസ് നമുക്ക് എടുക്കണം ബാക്കിലത്തെ നെക്ക്. അതുപോലെ ആം ഹോല് ഒന്നും എക്സസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 8 ഇഞ്ച് കറക്റ്റ് 8 ഇഞ്ച് വരുന്ന രീതിക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തോണം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആം ഹോല് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 8 ഇഞ്ചസ് വരും. ഈ ഇത് നമ്മളെ ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ വരുമ്പോൾക്ക് 8 ഇഞ്ചസ് നമുക്ക് കിട്ടണം. ഇവിടുന്നേ നമുക്ക് 8 ഇഞ്ചസ് കിട്ടണം. അതെങ്ങനെ അളക്കണം എന്ന് നമ്മളെ ചാനലിൽ വീഡിയോ ഉണ്ട്, അത് വിസിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ തന്നേക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് ബ്ലൗസിലും അളവെടുക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ സ്ലീവ്സ് കട്ടിങ്ങിൽ വരാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലൗസിൻ്റെ അളവെടുത്ത് തയ്ക്കാൻ പറ്റും എന്നാണ്, സ്വന്തം ബ്ലൗസിൻ്റെ അളവെടുത്ത് തയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പം തയ്ച്ചിട്ട് അഭിപ്രായം അറിയിക്കണം. ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് ഫീഡ്ബാക്ക് തരാറുണ്ട്. അപ്പോൾ സന്തോഷമാണ് എനിക്ക്. സ്ലീവ്സിൻ്റെ ലെങ്ത്ത്, അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ച്, 1/2 ഇഞ്ച് ഇവിടെ മടക്കി തയ്ക്കാൻ അകത്തോട്ട്. ലൈനിങ് ഉള്ളതാണെങ്കിൽ 1/2 ഇഞ്ച് മതി, ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ 1 ഇഞ്ച് വിട്ടോണം. 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡർ ജോയിനിൽ. അപ്പം നമ്മൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 7.5 ആണ്. അപ്പം 8.5 നമ്മൾ എടുക്കണം, എന്നാലേ നമുക്ക് റെഡിയായി കിട്ടുമ്പോൾ 7.5 കിട്ടുള്ളൂ. ബൈസെപ്സ് ഇവിടെ ഇത്ര എടുക്കണം. മാർജിൻ എത്രയാണ് ബ്ലൗസ് കൊടുത്തത് അത്ര മാർജിൻ നമ്മൾ അകത്ത് സ്ലീവ്സിനും കൊടുക്കണം. ഇതുപോലെ തന്നെ സ്ലീവ്സ് കട്ട് ചെയ്യുമ്പം ഈ മാർജിൻ തന്നെ ഇവിടെയും കൊടുക്കണം, എത്ര നിങ്ങൾ എടുത്തത് അത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം, ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. പഴയ ഫ്രണ്ട്സിന് അറിയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ്. എന്നെങ്കിൽ കമൻറ്റ് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വിട്ടിച്ചാൽ മതി. അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ.